അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രബോധനത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ക്യാമ്പസ് കാല ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നതും വായിച്ചിരുന്നതും കഥകളും നോവലുകളുമാണ്. ആർത്തിയോടുകൂടി ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ച എത്രയോ നോവലുകളും കഥകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവപ്പെട്ട ഒരു വായനയിലേക്ക് തിരിയുക എന്നത് എനിക്ക് ഏറ്റവും ശ്രമകരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രബോധനത്തെ വായിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. കാരണം നമ്മളൊക്കെ സാധാരണ, പ്രത്യേകിച്ച് സ്ത്രീകൾ സാധാരണ പറയുന്നൊരു വർത്തമാനമുണ്ടല്ലോ, നമുക്ക് ദഹിക്കുന്ന ഭാഷയല്ല പ്രബോധനത്തിൻ്റേത് എന്ന്. അതൊരു കടുകട്ടി ഭാഷയാണ്. അതുകൊണ്ട് പ്രബോധനം വായിക്കാൻ പ്രയാസമാണെന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ ചില സമയങ്ങളിൽ പ്രബോധനം വായന എന്ന് പറയുന്നത് നിർബന്ധപൂർവം വായിക്കേണ്ടുന്ന ഒരു അവസരം ഉണ്ടാവുകയുണ്ടായി. കാരണം പല അക്കാദമിക് ഡിബേറ്റുകൾ നടക്കുമ്പോഴും അത്തരം ഡിസ്കഷൻ നടക്കുമ്പോഴും പ്രബോധനത്തിൽ ഉയർത്തുന്ന ചില വിഷയങ്ങൾ, അതിൻ്റെ ആധികാരിക പഠനങ്ങൾ, അതിൻ്റെ വായനകൾ, അതിൻ്റെ ഗൗരവപ്പെട്ട ചില വർത്തമാനങ്ങളിലേക്ക് നമ്മളുടെ വായനയെ, ചിന്തയെ ക്ഷണിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ടാണ് അത്തരം വായനയിലേക്ക് ചില നിർബന്ധിത സാഹചര്യത്തിൽ കടന്നത്. പക്ഷേ അതിനുശേഷം പ്രബോധനം എന്നത് തീർച്ചയായിട്ടും വലിയ വിശാലമായൊരു ലോകമാണ് എൻ്റെ മുമ്പിൽ തുറന്നു തന്നത്. അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ ആധികാരികമായി പഠിക്കുവാനും, പ്രത്യേകിച്ച് നിലവിലെ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ എന്താണ് ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടതെന്നതിനെക്കുറിച്ചും, എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെയും പ്രബോധനം വായനയിലൂടെയാണ് തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, പ്രബോധനം വായിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രഹസനത്തിൻ്റെയും പേരിലല്ല, മറിച്ച് അത് ഹൃദയമറിഞ്ഞ് വായിക്കുവാൻ, അതിനെ അങ്ങേയറ്റം ഹൃദയത്തോടെ ഏറ്റുവാൻ, അത് നൽകിയ ഭാഷ, അത് നമ്മുടെ സംസാരത്തിലും എഴുത്തിലും കാഴ്ചപ്പാടുകളിലും ചിന്തകളെയും എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്നത് വളരെ നന്ദിപൂർവമാണ് പ്രബോധനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരിലേക്ക് പ്രബോധനം എത്തേണ്ടതുണ്ട്. അതിൻ്റെ വായന നൽകുന്ന ഉൾക്കാമ്പ്, ഗൗരവപ്പെട്ട ചിന്തകൾ തീർച്ചയായിട്ടും സമൂഹത്തിനും സമുദായത്തിനും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ധാരാളം ആളുകളിലേക്ക് പ്രബോധനം എത്തിക്കുക എന്ന ഉത്തരവാദിത്തം നമ്മുടെ മേൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ആളുകളിലേക്ക് പ്രബോധനം എത്തിക്കുന്ന ഒരു സംഭവമായിട്ട് മാറട്ടെ, സംരംഭമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകൾ നേരുകയാണ്.